നമസ്കാരം. ഭാരതത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ 2024 തിരഞ്ഞെടുപ്പ് വരികയും ആ തിരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്തില്ലെങ്കിൽ അതിനുത്തരവാദികൾ BJPയുടെ നേതാക്കൾ മാത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ JP നദ്ദ പറയുന്നത്. JP നദ്ദ എന്ന് പറഞ്ഞാൽ ദേശീയ അധ്യക്ഷനാണ് BJPയുടെ. അതായത് ഒരു തരത്തിലുമുള്ള ഗ്രൂപ്പിസം അത് കേരളത്തിൽ അനുവദിക്കില്ല എന്നുകൂടി അദ്ദേഹം കഴിഞ്ഞ ദിവസം കോഴിക്കോടുണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്ന ഒരൊറ്റ കാര്യം, സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്. തൃശ്ശൂരിൽ നൽകുന്ന സീറ്റ് സുരേഷ് ഗോപിക്ക് ആയിരിക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കേണ്ട ബാധ്യത എന്ന് പറയപ്പെടുന്നത് BJPയുടെ കേരളത്തിലെ നേതാക്കൾക്കാണ്. ഏതെങ്കിലും പേര് പറഞ്ഞോ ഏതെങ്കിലും വ്യക്തികളുടെ കൂടെ നിന്നുകൊണ്ടോ അത്തരത്തിലൊരു ഗ്രൂപ്പിസത്തിൻ്റെ സമവാക്യം ഉണ്ടാക്കി സുരേഷ് ഗോപിയെ അടക്കം തോൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം BJPക്കുള്ളിൽ ഉണ്ടായാൽ അത് കേരളത്തിലെ BJPയെ ഉടച്ചു വാർക്കുന്നതിന് ഒരു പുതിയ അല്ലെങ്കിൽ ഒരു പരീക്ഷണം നടത്തേണ്ടി വരുന്ന കാലഘട്ടത്തിലേക്ക് പോകുമെന്നുള്ള സൂചന കൂടി JP നദ്ദ മുന്നോട്ട് വയ്ക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷനായുള്ള K സുരേന്ദ്രനാണെങ്കിലും സംസ്ഥാനത്ത് നിന്ന് തന്നെയുള്ള സഹമന്ത്രി V മുരളീധരനാണെങ്കിലും PK കൃഷ്ണദാസ് ആണെങ്കിലും ആരാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി കൈകാര്യം ചെയ്യുകയോ പാർട്ടിയെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് BJPക്ക് തന്നെ ആപത്താണ് എന്ന് BJPയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള JP നദ്ദ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതിനർത്ഥം എന്തുകൊണ്ടാണ് കേരളത്തിൽ താമര വിരിയാത്തത്, കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇതുവരെയും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയാതായി പോകുന്നത്? പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് സംഭവിക്കാൻ പോകുന്നു. അതിനുവേണ്ടി താഴെ തട്ടിലുള്ള BJPയുടെ അണികളടക്കം തയ്യാറെടുക്കുക, ഒപ്പം തന്നെ ഗ്രൂപ്പിസം ഇല്ലാതെ ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയൂ എന്ന് ദേശീയ അധ്യക്ഷൻ തന്നെ പറയുമ്പോൾ ഇവിടെ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറയാം. ഇതിനുള്ളിൽ ഒരൊറ്റ കാര്യം മാത്രമാണ് JP നദ്ദ സൂചിപ്പിക്കുന്നത്. സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കേണ്ടതിൻ്റെ ബാധ്യത തൃശ്ശൂരിൽ നിന്നുള്ള BJPയുടെ നേതാക്കൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ BJP നേതാക്കൾക്കുമുണ്ട് എന്നുകൂടി പറയുകയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് BJPയുടെ നേതാക്കളോ BJPയുടെ അണികളോ പരസ്പരം മാറി നിൽക്കുകയോ അവർ ഗ്രൂപ്പിസം ഉണ്ടാക്കുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും BJP തകർന്നു പോകുന്നത്. അവർക്ക് കടന്നു വരുവാൻ കഴിയാത്തത്, താമര വിരിയിക്കാൻ കഴിയാത്തത്, അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തത് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അവിടെയും തെറ്റുകയാണ്. ഇവിടെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മോദി സർക്കാർ ഏതൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് കേരള സംസ്ഥാനത്തിന് നൽകുന്നത് എന്നുള്ളത്. വന്ദേ ഭാരത് മാത്രമല്ല അത്തരത്തിൽ കൊടുത്തിട്ടുള്ളത്. റെയിൽവേയുടെ പരിഹരിക്കപ്പെടേണ്ട ചില വിഷയങ്ങളുണ്ട്. ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള പുതിയ സംവിധാനങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് നരേന്ദ്രമോദി. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ലഭിക്കേണ്ടതെല്ലാം വളരെ കൃത്യമായി ലഭിക്കുമെന്നുള്ള സൂചനകൾ കൂടി നൽകുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാർ. ഇവിടുത്തെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ചില തെറ്റായ സമീപനങ്ങളാണ് പലപ്പോഴും BJP എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ അവരുടെ അക്കൗണ്ട് തുറക്കുന്നതിൽ നിന്ന് മാറ്റിവെക്കുന്നത് എന്ന് പറയേണ്ടി വരും. പലപ്പോഴും ജയിക്കാവുന്ന മണ്ഡലങ്ങളിൽ പോലും BJP ജയിക്കുമെന്നുള്ള തോന്നലുണ്ടാകുമ്പോഴൊക്കെ അവിടെ ഒന്നുകിൽ CPM അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം പരസ്പര സഹായ നിധിയായി പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെ BJPയെ തോൽപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന ഗ്രൂപ്പിസം ഉണ്ടെങ്കിൽ കൂടിയും ജയിക്കാൻ കഴിയുന്ന ഷുവർ സീറ്റുകളാകുന്ന ചില മണ്ഡലങ്ങളുണ്ട് BJPക്ക്. ആ മണ്ഡലങ്ങളിൽ പോലും BJPയെ വിജയിപ്പിക്കരുത് എന്ന് കച്ചകെട്ട് ഇറങ്ങുന്നത് ഈ CPIM ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. CPIMൻ്റെ അത്തരത്തിലുള്ള നിലപാടുകൾ, CPIM-ഉം കോൺഗ്രസും ചേർന്നിട്ടുള്ള അത്തരത്തിലൊരു പരസ്പര സഹായം, ആ സഹായത്തിന് ഫലമായി മാറുന്നത് BJPയുടെ പതനമാണ്, BJPയുടെ തോൽവിയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സംഭവിച്ചത് അതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുകയാണ് JP നദ്ദ. അതുകൊണ്ട് ഇവിടുത്തെ അണികൾ ഒന്നിച്ചു പ്രവർത്തിക്കുക. നിങ്ങൾ ഒന്നിച്ചു പ്രവർത്തിച്ചാൽ കേരളത്തിൽ താമര വിരിയിക്കാൻ കഴിയും, BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറയുന്നു. ഒരു കാര്യം ഉറപ്പിക്കാം, തൃശ്ശൂരിൽ എന്തായാലും സുരേഷ് ഗോപി മത്സരിക്കും. സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നുള്ളത് BJPയുടെ അജണ്ടയാണ്. അത് വളരെ കൃത്യമായി നടപ്പിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരവും തൃശ്ശൂരും ഒപ്പം തന്നെ കണ്ണൂരും ഈ 3 മണ്ഡലങ്ങളിലും
വലിയ മത്സരങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ദേശീയ അധ്യക്ഷൻ മുമ്പോട്ട് വയ്ക്കുന്നത്. അതിൽ നിർമ്മലാ സീതാരാമൻ അടക്കം, ഒപ്പം ജയശങ്കർ, വിദേശകാര്യമന്ത്രി ജയശങ്കർ, കൂടാതെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അടക്കം തിരുവനന്തപുരം എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിലേക്ക് വന്നേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇനി അങ്ങനെ എത്തുകയാണെങ്കിൽ ഒരു സ്വപ്ന മണ്ഡലമായി മാറും തിരുവനന്തപുരം എന്നുള്ള കാര്യത്തിലും സംശയമില്ല. കാരണം ഈ 3-ാം തീയതി തൃശ്ശൂരിലെത്തുന്ന നരേന്ദ്രമോദിക്ക് വലിയ സ്വീകരണമാണ് അവിടെ ഒരുക്കുന്നത്. ആ സ്വീകരണത്തിൽ മിനി തൃശ്ശൂർ പൂരം അടക്കം കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം നരേന്ദ്രമോദിയെ സ്വീകരിക്കുവാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിരിക്കും ആ വനിതാ സമ്മേളനം, ഒപ്പം തന്നെ മിനി തൃശ്ശൂർ പൂരവും. അതിനോടൊപ്പമാണ് തൃശ്ശൂർ എന്ന് പറയപ്പെടുന്നിടത്തും കണ്ണൂർ എന്ന് പറയപ്പെടുന്ന ജില്ലയിലും കൂടാതെ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലും പുതിയ സ്ഥാനാർത്ഥികൾ എത്തിയേക്കുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതിൽ ചിലപ്പോൾ ദേശീയ നേതാക്കൾ എത്തിയേക്കാം. നിർമ്മലാ സീതാരാമനോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കറോ, ഇതൊന്നുമല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കാം. ലോക്സഭാ മണ്ഡലമായിട്ടുള്ള തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ ശശി തരൂരിന് മറ്റു മണ്ഡലം തേരേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇതെല്ലാം BJPയുടെ കണക്കുകൂട്ടലുകളാണ്. ഇങ്ങനെ ചില കണക്കുകൂട്ടലുകൾ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് JP നദ്ദ ഇപ്പോൾ കേരളത്തിലെത്തിയിരിക്കുന്നത്. JP നദ്ദയുടെ ഈ വരവ് തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സജ്ജരാക്കുക BJPയെ, അണികളെ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് അവർ സൂചന നൽകുന്നത്, ജനങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കുക, അണികൾ ഒത്തൊരുമിച്ച് നിൽക്കുക. BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് RSSും യുവമോർച്ചയും അടക്കമുള്ള എല്ലാ കക്ഷികളും ഒന്നിച്ചു ചേർന്നതുകൊണ്ട് BJPയോടൊപ്പം നിൽക്കുകയും ആ BJPക്ക് കേരളത്തിൽ സീറ്റുകൾ പിടിച്ചടക്കാൻ കഴിയുകയും ചെയ്യും എന്നുള്ള സൂചന കൂടി JP നദ്ദ മുന്നോട്ട് വെക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, കേരളത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ ദേശീയ നേതാക്കൾ അടക്കം ചിലപ്പോൾ മത്സര രംഗത്ത് വന്നേക്കാം. അതാണ് തിരുവനന്തപുരവും തൃശ്ശൂരും കണ്ണൂരിലും സംഭവിക്കാൻ പോകുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കണ്ണൂരിലും തിരുവനന്തപുരത്തും ദേശീയ നേതാക്കൾ എത്തിയേക്കാം എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിർമ്മലാ സീതാരാമനോ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി ജയശങ്കറോ, അതുമല്ലെങ്കിൽ കേരളം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയോ മത്സരിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും താമര വിരിയുകയും കേരളം BJPയുടെ കുത്തകയായി മാറുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമുണ്ടായില്ല.